സോ ഹലോ ഗൈസ്, എല്ലാവർക്കും കഞ്ചന വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഞാനാണ് ഈ നാട്ടിലെ സൂപ്പർമാൻ. എല്ലാവർക്കും അറിയാലോ, ഞാനാണ് ഈ സൂപ്പർമാൻ. അപ്പൊ ഞാൻ ഏതായാലും ഗൈസ് വെറുതെ ബോറടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ സിറ്റൊക്കെ വെറുതെ പറന്ന് കാണാൻ കരുതി. നിങ്ങളെല്ലാം ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് ഗൈസ്, സബ്സ്ക്രൈബ് വെച്ചോളിക്കത്ത നല്ല അടിപൊളി കിടക്കാച്ച വീഡിയോസ് ഒക്കെ ഞാൻ വിടുന്നതാണ്. അപ്പൊ നിങ്ങളെല്ലാം ചെക്കൗട്ട് ചെയ്യാം ഗൈസ്. ഇന്ന് ഏതായാലും ബോറ് ദിവസമാണല്ലോ, ഇന്നൊരു പണിയില്ല. ഏതായാലും നമുക്ക് ഈ ബൈക്കിന്റെ പിന്നാലെ കൂടാ, അതാണ് നല്ലത്. അതിക്കടെ ആളെ നീ എന്നെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനാണ് ഹൾക്ക്, ഈ നാട്ടിലെ ഏറ്റവും വലിയ വില്ലയാണ് ഞാൻ. റോഡൊക്കെ പൊളിച്ചിടൊന്നും നോക്കും, ഇനി അവിടെ വരുന്നവരൊക്കെ ആ കൊഞ്ചിക്കാന്നോട്ടെ ഗൈസ്. നമുക്ക് ഏതായാലും ഈ ബൈക്കിന്റെ പിന്നാലെ പോകും ഗൈസ്. അതെന്താണ് ബിൽഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈസ്, ഇവിടെ ഞാനില്ലാതെ വേറെ ആൾക്ക് ഇങ്ങനെ പണി ചെയ്യൂ? ഞാനല്ല ഇങ്ങനെ പണികളൊക്കെ ചെയ്ത്. എന്തായാലും ഗൈസ് ഇത് ആരായിരിക്കും, നമുക്ക് നോക്കാം ഗൈസ്. ഇനി നന്മമാരായാലും ഒന്ന് തീരുമാനിച്ചത്, നമ്മൾ ഏതായാലും നന്മമാരാകും ഗൈസ്. ആ ബിൽഡിംഗ് നേരാക്കാം. എന്നാലും ഇതിപ്പോ ചെയ്തത് ആരായിരിക്കും? ഈ സൂപ്പർമാനല്ലോ. സൂപ്പർമാനൊക്കെ ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ. എന്നാലും ഗൈസ്, ആ രണ്ട് അലാക്കിന്റെ തല എന്താ ഗൈസ്? ഗൈസ് ഒരു ഡൈനോസേഴ്സ് അല്ലേ, പാമ്പിനെ തലയും വെച്ച്. ഓ, അപ്പൊ ഡൈനോസേഴ്സ് നമ്മുടെ നാട്ടിലിറങ്ങി ഗൈസ്, വെറുതെ അല്ല. സൂപ്പർമാനെ വിവരം അറിയിക്കണം ഗൈസ്. ഗൈസ് ഇവിടെ ഞാൻ കുറെ തച്ച് കൊല്ലാൻ നോക്കി ഗൈസ്, ചാവണ്ടേ. ഏതായാലും നമുക്ക് നമ്മുടെ സൂപ്പർമാനെ വിളിച്ച് നോക്കാം. അല്ലാതെ ഗൈസ് വേറെ വഴിയില്ല. നമുക്ക് സൂപ്പർമാനെ വിളിച്ച് കാര്യം പറയാം, അതാണ് നല്ലത് ഗൈസ്. നമ്മൾ സൂപ്പർമാനോട് കാര്യം പറഞ്ഞു ഗൈസ്. സോ ഇനി കുറച്ച് ഞാൻ വരുന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഗൈസ് നമ്മുടെ ഈ ബിൽഡിംഗ് ചെയ്യുന്നതൊക്കെ റെഡി ആക്കാം ഗൈസ്. നമ്മൾ നന്മമരമാണ് ഗൈസ്. എന്നിട്ട് ഗൈസ് നമുക്ക് ഇവിടുന്ന് അടുത്ത സിറ്റിയിലേക്ക് പോകാം ഗൈസ്, അതാണ് നല്ലത്. ഏതായാലും ഞാൻ അതാ ബിൽഡിംഗ് ഒക്കെ ശരിയാക്കി നമുക്ക് അടുത്ത സിറ്റിയിലേക്ക് പോവാം. അല്ലെങ്കിൽ ഈ ഡിനോസേഴ്സ് ഒക്കെ എന്നെ തിന്ന് കളയും, അതാണ് നല്ലത് ഗൈസ്. നമുക്ക് അടുത്ത സിറ്റിയിലേക്ക് പോവാം. അപ്പൊ ഗൈസ് എന്റെ ഹൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അവനെന്തോ ഡിനോസേഴ്സോ അവനെന്തോ പറഞ്ഞു, പിന്നെ ബിൽഡിംഗ് ഒക്കെ ശരിയാക്കി എന്നാ പറഞ്ഞത്. ഈ ഭാഗത്ത് ഗൈസ്, ഗൈസ് ഇതവിടെ ഡിനോസർ അവൻ പറഞ്ഞത് ശരിയാണ് ഗൈസ്. ഈ ഭാഗത്ത് തന്നെയാണ് ഡിനോസേഴ്സുകള്. നമുക്ക് ഏതായാലും കൊല്ലാൻ കുറെ ശ്രമിച്ചു നോക്കി, പക്ഷെ അവനക്ക് കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും അവൻ ഈ നാട് വിട്ടുക്കും തോന്നുന്നു. ഞങ്ങൾക്ക് അത്ര പേടിയായി ഈ ഡിനോസേഴ്സിനെ. അവൻ ഏതായാലും നാട് വിട്ടെന്നാണ് പറഞ്ഞത്. നാട് വിടാൻ പോകണമെന്ന് പറഞ്ഞത്. നമുക്ക് ഏതായാലും ഇവരെ അപ്പത്തിന് കൊല്ല ഗൈസ്. ബിൽഡിംഗ് ഒക്കെ നമ്മുടെ ഹൾക്കിൻ്റെ. എന്നാലും ഗൈസ് ഈ ഹൾക്കിന് എന്ത് പറ്റി? അല്ലെങ്കിൽ നമ്മളെ ബിൽഡിംഗ് ഒക്കെ ചെരിച്ച് നാസാക്കണേണല്ലോ. ഇത്തവണ നന്മമരാവാൻ ചാൻസ് ഉണ്ടോ? ഇപ്പോൾ നന്മമരായോ എന്നോ ഡൗട്ട്. ഒരു ദിവസം നന്നായിക്കോട്ടെ ഗൈസ്, അതല്ലേ നല്ലത് നമ്മുടെ നാടിനപ്പോൾ നല്ലൊരു ഇതായല്ലോ. നമുക്കതായാലും ഈ നീളം തൊട്ടിനൊക്കെ ഗൈസ് കൊല്ലാം, ജിറാഫ്. അപ്പോൾ കഴിച്ച് ഏതായാലും ഈ ജിറാഫിന് എല്ലാ ഡിനോസേഴ്സിനും കൊന്നു കഴിച്ച് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയി കഴിച്ച് സുഖമായി ഉറങ്ങാം. അതിന് മുമ്പ് കഴിച്ച് നമ്മുടെ നാട്ടിന് വേറെ ഡിനോസേഴ്സും ഉണ്ടോ നമുക്ക് തപ്പി നോക്കാം. നമുക്ക് ഇതിലൂടെ ഒക്കെ ഒന്ന് പോയൊക്കെ കഴിച്ച് വേറെ വല്ല ഡിനോസേഴ്സ് ഉണ്ടെങ്കിലോ. ഈ നാട് കടക്കുമ്പോൾ ഇവര് പിന്നെയും മുന്നേ തന്നെ ചാടി ഗൈസ്. നോക്ക് ഗൈസ്, ഞാൻ നാട് കടക്കാൻ പോകുമ്പോൾ പിന്നെയും ഡിനോസേഴ്സ്. ഇത് നമ്മൾ സൂപ്പർമാനെ അറിയിച്ചിട്ട് കാര്യമുള്ളൂ. ഇതെല്ലാം നമ്മൾ സൂപ്പർമാനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഏതായാലും ഇവിടെ തല്ലാനും നിൽക്കുള്ള ഗൈസ്. ഏതായാലും ചെറിയ സാധനം തല്ലാൻ പറ്റുമോ ഗൈസ്? ഇവരൊക്കെ എത്ര ജീവണ്ട് അറിയില്ല ഗൈസ്, കൊള്ളണമില്ലല്ലോ. ഏതായാലും നമുക്ക് ഗൈസ് ഇവിടെ തച്ചിട്ട് കാര്യം, നമുക്ക് ഏതായാലും ഇവിടുന്ന് പോവാം, അതാണ് നല്ലത്. നമുക്ക് നേരെ സിറ്റി വിടാം ഗൈസ്. ഇനി ഇതേതായാലും നമ്മുടെ സൂപ്പർമാൻ നോക്കിക്കോളും ഗൈസ്. ഇതെന്തോ ദൂഷിച്ച സിറ്റിയാണ് ഗൈസ്. അടുത്ത സിറ്റി പോയി സുഖിച്ചുറങ്ങിക്കൊണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളെ ഹൾക്ക് ഒന്നുകൂടി വിളിച്ചിരുന്നു കഴിച്ച്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ ബാക്കിൽ അവിടെ ഇവിടെ ആയിട്ട് കഴിച്ച് പിന്നെയും ഡിനോസേഴ്സിനെ കണ്ടു എന്നാണ്. അവൻ കുറേ ശ്രമിച്ചു കഴിച്ച് കൊല്ലാനൊന്നും, പക്ഷെ അവന് കഴിഞ്ഞില്ല. അവനേതായാലും നാട് വിട്ടു എന്നാണ് കേട്ട്. നമുക്ക് ഏതായാലും ഇവിടെ തപ്പിയൊക്കെ കഴിച്ച് ഇവിടെ എവിടെയാണ് കഴിച്ച് അവൻ കണ്ടതെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കി നോക്കാം. ഗൈസ് ഇവിടെ ഇതാ കുറേ ഡിനോസേഴ്സ് ഉണ്ട്. ആ ജിറാഫ് എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ കുറേ കുട്ടികളുണ്ട്, കുറേ കുഞ്ഞ് ഡിനോസേഴ്സും ഉണ്ട്. എല്ലാവരും നമ്മൾ തീർക്കും ഗൈസ്. എന്നാലും നമ്മുടെ ഹൾക്ക് നന്നായതാണ് ഗൈസ്, ഞാൻ അത്ഭുതപ്പെട്ട്. അവന് നന്നായത് നന്നായി. അപ്പോൾ നമുക്ക് എല്ലാ ഡിനോസേഴ്സിനെ കൊല്ലാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഗൈസ് ഒരു 10 ലൈക്കാണ്. നിങ്ങളെ കൊണ്ട് കയ്യും ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കി, അതല്ലേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ വേണ്ടത്. പിന്നെ ഹൾക്കിന് വേണ്ടി ലൈക്ക് ചെയ്തു ഗൈസ്. ഹൾക്ക് നന്നായതിന് ലൈക്ക് എന്ത് ചെയ്യാനാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ ഗൈസ് ഞാനിതാ ഈ കുട്ടീനെ കൊന്നു. ഇനി ഇല്ലോണ്ട് ഗൈസ്, ഇവിടെ ഒന്ന് കാണാല.
എല്ലാം ചത്തു. ആ ഗൈസ് ഇതാണ് ഒരു കുട്ടി. ഗൈസ് ഇനിയുണ്ട് ഗൈസ്. ഇതൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല. അവിടുന്ന് 3 വരുന്നത്. എല്ലാം നമുക്ക് എല്ലാവരും തീർക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ നാടെല്ലാം നശിപ്പിക്കും. ഇനി 3 കൂടി ഉള്ളല്ലോ, സമാധാനമായി. ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ എവിടെയും വേറെ വല്ല ഡിനോസേഴ്സ് ഉണ്ട് നോക്കാം. കണ്ടാൽ നമുക്ക് എല്ലാത്തിനും കൊല്ലാം, അതല്ലേ നല്ലേ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഗൈസ് വേറെ ഡിനോസേഴ്സിനെ കാണാതെ. ഏതായാലും ഗൈസ് നമ്മുടെ നാട് ഫുള്ള് രക്ഷപ്പെട്ടു. നമ്മളെ ഹൾക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, ഡിനോസേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹൾക്കാണെങ്കിൽ ഗൈസ് ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത കിടക്കാച്ച് വീഡിയോസുമായി കാണാം. അതുവരെ ഗുഡ് ബൈ ഗൈസ്.